കോഴിക്കോട് ചേളന്നൂരിൽ അറവുശാലയിലേക്ക് കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടിയിരുന്നു. ആ വിരണ്ടോടിയ പോത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത്. 3 പേർക്കാണ് പരിക്കേറ്റത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത്, ഈ പോത്ത് വിരണ്ടോടുന്നതിന്റെ ദൃശ്യങ്ങൾ, ഈ 3 പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാം, പരിഭ്രാന്തരായി എല്ലാവരും ഓടുന്നുണ്ട്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ചേളന്നൂർ കുമാരസ്വാമിയിലെ ഈ മത്സ്യ കച്ചവടം നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ചാണ് അയാൾക്ക് കുത്തേറ്റത്. ഇസ്മയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പുറകിൽ നിന്നെത്തിയ പോത്ത് അദ്ദേഹത്തെ കുത്തി വീഴ്ത്തുകയായിരുന്നു. അദ്ദേഹത്തെ കൊമ്പിൽ കോർത്ത് അത് വലിച്ച് നിലത്തടിച്ചു എന്ന് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചേ? ഒരു പോത്ത് മാരകരായ രീതിയിലൊരു ആക്രമണമാണ് ഇവിടെ അയച്ചുവിട്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ എത്രയോ കാലമായിട്ട് ഇവിടെയുള്ള ഒരു അണ്ണൻ സുഹൃത്ത് ശേഖരനല്ല എൻ്റെ പേര്, ശേഖരനെ അതിക്രൂരമായ രീതിയിലാണ് പോത്ത് ആക്രമിച്ചത്. മത്സ്യം വിൽക്കുന്ന ചേട്ടന് അതിക്രൂരമായ രീതിയിൽ ശേഖരനെ ആക്രമിച്ചു വന്ന പോത്ത് ശേഖരൻ നിലത്ത് അമ്പിപ്പോയതിനെ കൊണ്ട് ഈ കൊമ്പിന്റെ മുകളിൽ ഓന് അകപ്പെട്ടില്ല, ഓൻ രക്ഷപ്പെട്ടു. ഇതിനാലും ഓന് കുറെ പരിക്കുണ്ട്, നല്ല പരിക്കവന്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന പോത്ത് വിരല് പിടിച്ച് ഓടി അങ്ങോട്ട് വന്ന പോത്ത് ഇവിടുന്ന് ഇസ്മായിൽ ഖാനെ ആക്രമിക്കാണ്ടായത്. നല്ല ആക്രമണം, മൂപ്പരൊക്കെ നല്ല പരിക്കാം. മൂപ്പര നന്നായിട്ട് ചോര കുളിച്ചെടുക്കുക. അവിടെ നല്ല മീനൊക്കെ നന്നായിട്ട് ചെതറി, കുറേ ആളുകൾ അറ്റാക്ക് ചെയ്യും, കുറേ ആളുകൾ അതിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി. അതൊന്നും യാതൊരു മാർഗവും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ നേരെ ഓടി എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ ഓടി നമ്മളെ വണ്ടിയൊക്കെ, നമ്മളെ 2 വീലർ വണ്ടിയുണ്ട്, അതൊക്കെ കുത്തി മറിച്ച് എല്ലാം പണിയാക്കിയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഓടി എൻ്റെ തറവാട്ടിലേക്കാണ് ഓടിയത്. ആടെ വലിയ കുഴപ്പമില്ലാതെ പോത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു അരമണിക്കൂർ പോത്ത് നിശ്ചലായിട്ട് അവിടെ നിന്ന്. പിന്നെ പോലീസും ഏതായാലും സ്മിത, നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പരിഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ട് ആ വിരണ്ടോടിയ പോത്ത് എത്തുന്നു. ഈ മീൻ കച്ചവടം നടത്തുന്ന ഇസ്മായിലിനെ കുത്തി വീഴ്ത്തുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്, കാലിനാണ് പരിക്ക്. നിലവിൽ ഇസ്മായിലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശേഖർ എന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു കച്ചവടക്കാരന് കൂടി പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാളെയും പോത്ത് കുത്തിവീഴ്ത്തുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് 3 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത്. പോത്ത് കുത്തി വീഴ്ത്തിയ ഇസ്മായിലിന്റെ പരിക്ക് കുറിച്ച് ഗുരുതരമാണെന്നാണ് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്.